ഇന്ന് രാവിലത്തെ അല്പസമയത്തെ ചിന്തയ്ക്ക് വേണ്ടി അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 1-ാമത്തെ അധ്യായം അതിൻ്റെ 8-ാമത്തെ വാക്യം, ആക്ട്സ് ചാപ്റ്റർ 1 വേഴ്സ് 8 അതിപ്രകാരം വായിക്കുന്നു: എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് യെരൂശലേമിലും യഹൂദിയയിൽ എല്ലായിടത്തും ശമരിയയിലും ഭൂമിയുടെ അറ്റത്തോളം എൻ്റെ സാക്ഷികളാകും. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 2-ാമത്തെ അധ്യായം അതിൻ്റെ 1-ാമത്തെ വാക്യം വായിക്കുന്നു: പെന്തക്കോസ്ത് നാൾ വന്നപ്പോൾ എല്ലാവരും ഒരു സ്ഥലത്ത് ഒരുമിച്ച് കൂടിയിരുന്നു. പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തികളെക്കുറിച്ച് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകത്തിൽ നമ്മെ പഠിപ്പിക്കുന്നു. ഈ ദിവസങ്ങളിൽ പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തികളെക്കുറിച്ച് കൃത്യമായും വ്യക്തമായും ദൈവജനം അറിഞ്ഞിരിക്കണം. അതുകൊണ്ട് തന്നെയാണ് ഇന്ന് രാവിലെ ഈ ഭാഗം എടുക്കുവാൻ ദൈവത്തിൻ്റെ ആത്മാവ് എൻ്റെ ഹൃദയത്തിൽ പ്രേരിപ്പിച്ചത്. 1 യോഹന്നാൻ്റെ ലേഖനം 4-ാമത്തെ അധ്യായം 1-ാമത്തെ വാക്യത്തിൽ യോഹന്നാൻ അപ്പോസ്തലൻ ജനത്തെ നോക്കിക്കൊണ്ട് വിളിച്ചു പറയുന്നു: പ്രിയമുള്ളവരെ, കള്ളപ്രവാചകന്മാർ പലരും ലോകത്തിലേക്ക് പുറപ്പെട്ടിരിക്കയാൽ ഏത് ആത്മാവിനെയും വിശ്വസിക്കാതെ ആത്മാക്കൾ ദൈവത്തിങ്കിൽ നിന്ന് ഉള്ളവയോ എന്ന ശോധന ചെയ്യണം. വാഴ്ത്തപ്പെട്ടവനായ ക്രിസ്തു താൻ ലോകം വിട്ട് പോകുന്നതിന് മുൻപ്, സ്വർഗാരോഹണം ചെയ്യുന്നതിന് മുൻപ് ശിഷ്യന്മാരോട് പറഞ്ഞു: നിങ്ങൾ യെരൂശലേമിൽ തന്നെ താമസിക്കണം, നിങ്ങൾ ഇവിടം വിട്ടു പോകരുത്. എന്നോട് കേട്ട പിതാവിൻ്റെ ആത്മാവിന് വേണ്ടി നിങ്ങൾ ഇവിടെ കാത്തിരിക്കണം, പാരിസിന് വേണ്ടി കാത്തിരിക്കണമെന്ന് പറഞ്ഞിട്ട് കർത്താവായ യേശു പറഞ്ഞു: എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പം നിങ്ങൾക്ക് ശക്തി ലഭിക്കും. പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പം നിങ്ങൾക്ക് ലഭിക്കുന്ന ശക്തി എന്തിനു വേണ്ടിയുള്ളതാണെന്നറിയാമോ? പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് യെരൂശലേമിലും യഹൂദിയയിൽ എല്ലായിടത്തും ശമരിയയിലും ഭൂമിയുടെ അറ്റത്തോളം എൻ്റെ സാക്ഷികളാകും. പരിശുദ്ധാത്മാവിൻ്റെ ശക്തി ദൈവജനത്തിന് കൈമാറിയത് ഏക ഉദ്ദേശമെന്ന് പറയുന്നത് കർത്താവിന് വേണ്ടി സാക്ഷ്യമായി നിൽക്കുവാൻ വേണ്ടിയാണ്. കർത്താവിൻ്റെ പ്ലാനിൽ, കർത്താവിൻ്റെ കാര്യപരിപാടിയിൽ പരിശുദ്ധാത്മാവിനെ ദൈവജനത്തിന് നൽകിയതിൻ്റെ ഏറ്റവും വലിയ ഉദ്ദേശം ദൈവത്തിൻ്റെ നാമത്തിനു വേണ്ടി സാക്ഷിയായി നിൽക്കുവാനാണ്. അത് കേട്ട ദൈവജനം, അത് കേട്ട ശിഷ്യന്മാർ അവരെ പെന്തക്കോസ്ത് നാൾ വന്നപ്പോൾ മർക്കോസിന്റെ മാളിക മുറിയിൽ അവർ ഒരുമിച്ച് കാത്തിരുന്ന ഏക മനസ്സോടെ കാത്തിരുന്ന ജനത്തിന്റെ മേൽ ദൈവത്തിന്റെ ആത്മാവ് വന്നത് 2-ാമത്തെ അധ്യായത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. പെന്തക്കോസ്ത് നാൾ വന്നപ്പോൾ എല്ലാവരും ഒരു സ്ഥലത്ത് ഒരുമിച്ച് കൂടിയിരുന്നു. അവരുടെ മേൽ ദൈവത്തിന്റെ ആത്മാവ് വന്നു. അവർ ഉച്ചരിച്ചു കൂടാത്ത ഭാഷകളാൽ സംസാരിച്ചു തുടങ്ങി. കടന്നു വന്നവർക്ക് ഇവരെ വിദ്യാഭ്യാസമില്ലാത്ത ഗലീലക്കാരല്ലയോ, ഇവരെങ്ങനെയാ ഞങ്ങളുടെ ഭാഷയിൽ സംസാരിക്കുന്നത് എന്നൊക്കെ അവർ ചിന്തിച്ചു. പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തി അന്ന് മുതൽ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ആത്മാവിൻ്റെ പ്രവൃത്തി ഇന്ന് പകൽക്കാലം നമ്മുടെ നടുവിലുമുണ്ട്. ആത്മാവ് ഉച്ചരിച്ചു കൂടാത്ത അധരങ്ങളാൽ ദൈവത്തെ സ്തുതിപ്പാൻ ദൈവം നമ്മെ അഭിഷേകം ചെയ്തിരിക്കുകയാണ്. ആത്മാവിൻ്റെ പ്രവൃത്തി ദൈവസഭയിൽ വെളിപ്പെട്ടുകൊണ്ടിരിക്കുന്നു. എന്നാൽ അപ്പോസ്തലനായ യോഹന്നാൻ ഇതിനെക്കുറിച്ച് പറയുമ്പോൾ പറയുന്നു: പ്രിയമുള്ളവരെ, കള്ളപ്രവാചകന്മാർ പലരും, 1 യോഹന്നാൻ 4:1 കള്ളപ്രവാചകന്മാർ പലരും ലോകത്തിലേക്ക് പുറപ്പെട്ടിരിക്കുകയാൽ. ഇതെപ്പോഴാ പറയുന്നതെന്നറിയാമോ? യേശു ക്രിസ്തു മരിച്ചിട്ട് ചില വർഷങ്ങൾ കഴിയുമ്പോൾ അപ്പോസ്തലനായ യോഹന്നാൻ പറയുന്നു: ഇപ്പം തന്നെ കള്ളപ്രവാചകന്മാർ ലോകത്തിലേക്ക് പുറപ്പെട്ടിരിക്കുകയാണ്. അതുകൊണ്ട് we need to test the spirit. എല്ലാ ആത്മാവിനെയും വിശ്വസിക്കാതെ, കേൾക്കുന്നതെല്ലാം വിശ്വസിക്കാതെ, കാണുന്നതെല്ലാം വിശ്വസിക്കാതെ, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പറയുന്നു: നാം കാണുന്നത്, നാം കേൾക്കുന്നത് തിരുവചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ പരിശോധിച്ച് ബരോവക്കാരെ പോലെ കേൾക്കുന്നത് അതുപോലെ വിശ്വസിക്കാതെ അതങ്ങനെ തന്നെയോ എന്ന് തിരുവചനത്തിൽ പരിശോധിച്ചു പോരണം. എൻ്റെ സഭ
ഈ ഫിലദൽഫിയ പെന്തക്കോസ്ത് സഭ എന്തെങ്കിലും കാണുമ്പോൾ അത് വിശ്വസിക്കുന്നവരല്ല, കേൾക്കുന്നതെല്ലാം വിശ്വസിക്കുന്നവരല്ല, കാണുന്നതെല്ലാം വിശ്വസിക്കുന്നവരല്ല. നാം എന്ത് വിശ്വസിച്ചാലും തിരുവചനത്തിന്റെ അടിസ്ഥാനത്തിൽ മാത്രമേ നാം വിശ്വസിക്കുവാൻ നമുക്ക് അവകാശമുള്ളൂ. കാണുന്നതിന് പുറകെ തുള്ളാനുള്ളവരല്ല ദൈവസഭ എന്ന് പറയുന്നത് വചനത്തിന്റെ അടിസ്ഥാനത്തിൽ വചനം നമ്മോട് സംസാരിപ്പാൻ തക്കവണ്ണം ഇടയാകണം. നിങ്ങളുടെ പാസ്റ്റർ എന്ന നിലയിൽ ഞാൻ ഈ സ്റ്റേജിൽ നിന്നുകൊണ്ട് വചന വിരുദ്ധമായി എന്തെങ്കിലും പറഞ്ഞാൽ ചോദ്യം ചെയ്യുവാൻ നിങ്ങൾക്ക് അവകാശമുണ്ട് എന്നിന്ന് പകൽക്കാലം ഓർപ്പിച്ചുകൊണ്ട് ഞാൻ മുന്നോട്ട് പോകട്ടെ. യോഹന്നാൻ അപ്പോസ്തലൻ പറയുന്നു, കള്ളപ്രവാചകന്മാർ പലരും ഇറങ്ങിയിട്ടുണ്ട്, അതുകൊണ്ട് നിങ്ങളെല്ലാം വിശ്വസിക്കരുത്. നിങ്ങൾ കാണുന്നത് വചനത്തിന്റെ അടിസ്ഥാനത്തിൽ, കർത്താവ് പഠിപ്പിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ, ശിഷ്യന്മാർ പഠിപ്പിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ നിങ്ങളൊന്ന് അല്പസമയം ഒന്ന് പഠിക്കണം. പഠിച്ചേച്ചേ നാം വിശ്വസിക്കാവൂ എന്ന് പറയുന്നു. യോഹന്നാൻ അതിനെക്കുറിച്ച് പറയുന്നത് കള്ളപ്രവാചകന്മാർ എന്നാണ് പറയുന്നത്. കള്ളപ്രവാചകന്മാരിലുള്ള ആത്മാവേദ ഉറക്കെ പറ. എന്തോ പൈശാചികം, കള്ളയാത്മാവ്. ഞാനിതൊന്നും നിങ്ങളാ പറഞ്ഞേ, അതുകൊണ്ട് ഞാൻ അവിടെ കൊണ്ട് വിടുന്നു. എന്നാൽ ഇവിടെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പറയുന്നു, കള്ളപ്രവാചകന്മാർ എന്നാ പറയുന്നത്. അങ്ങനെയാണെങ്കിൽ അതിന് പറയുന്നൊരു വാക്ക് കൗണ്ടർ ഫീറ്റ് അല്ലേ? കൗണ്ടർ ഫീറ്റ് കറൻസീസ് ഉണ്ട്. ഈ കൗണ്ടർ ഫീറ്റ് കറൻസി ഈ ബാങ്കിലൊക്കെ ജോലിക്ക് പോകുന്നവരെ അവരെ ആദ്യം പഠിപ്പിക്കുന്ന ഒരു പരിപാടിയുണ്ട്. ഈ കൗണ്ടർ ഫീറ്റ് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നതെന്ന്. കൗണ്ടർ ഫീറ്റ് എങ്ങനെ കണ്ടുപിടിക്കുന്നേ? കൗണ്ടർ ഫീറ്റ് കണ്ടുപിടിക്കണമെങ്കിൽ എന്ത് സംഭവിക്കണം? നല്ല നോട്ട്. അവരൊരിക്കലും കള്ള നോട്ട് എങ്ങനെയാണെന്ന് ഇവരെ പഠിപ്പിക്കാറില്ല. ബാങ്കിൽ പഠിപ്പിക്കുന്നത്, അല്ലെങ്കിൽ കറൻസി റിസർവ് ബാങ്കിൽ പഠിപ്പിക്കുന്നത് ഈ നല്ല കറൻസി എങ്ങനെയാണ് പഠിപ്പിക്കുന്നത്. നമ്മൾ ഈ കള്ള നാണയം എങ്ങനെയാണ് പഠിപ്പിച്ചിട്ട് ആവശ്യമൊന്നുമില്ല. What we need to do is that we need to find out what is the real truth. എന്താ കൗണ്ടർ ഫീറ്റ് എന്താണെന്ന് പഠിക്കുവാനും പഠിപ്പിക്കുവാനും ഉള്ളതല്ല ദൈവസഭ, മറിച്ച് സത്യ ഉപദേശം എന്താണെന്ന് പഠിക്കാനും പഠിപ്പിക്കാനുമുള്ളതാ ദൈവസഭ. Only once we know exactly what is the real one, റിയൽ കറൻസി എന്താണെന്ന് ഞാൻ കൃത്യമായി പഠിച്ചാൽ കൗണ്ടർ ഫീറ്റ് കാണുമ്പം എനിക്ക് മനസ്സിലാകും. ശരിക്കുള്ള ദൈവത്തിന്റെ ആത്മാവ് എന്താണെന്ന് ഞാൻ കൃത്യമായി പഠിച്ചാൽ കൗണ്ടർ ഫീറ്റ് വരുമ്പം, കള്ള നാണയങ്ങൾ വരുമ്പം, കള്ള ആത്മാക്കൾ വരുമ്പം തിരിച്ചറിയാൻ ദൈവജനത്തിന് കൃപ ലഭിക്കും. അതുകൊണ്ട് അപ്പോസ്തലനായ പൗലോസ് പറയുന്നത്, നല്ലത് ആത്മാവിനെ കെടുക്കരുത്, നല്ലത് മുറുകെ പിടിക്കണം. ദൈവത്തിൻ്റെ ആത്മാവ് ഓർപ്പിക്കുന്നത് നല്ലത് കാണുമ്പം അതിനെ മുറുകെ പിടിച്ചോണം, അല്ലാത്തത് അങ്ങോട്ട് പോകാൻ നാം അനുവദിക്കണം. അന്നുമുണ്ട് ഇന്നുമുണ്ട് വ്യാജ ആത്മാക്കൾ. പരിശുദ്ധാത്മാവും വ്യാജ ആത്മാവും ഏത് എന്ന് നാം തിരിച്ചറിയണം. വി നീഡ് ടു ഐഡന്റിഫൈ പരിശുദ്ധാത്മാവേദ, മനുഷ്യന്റെ ആത്മാവേദ, മനുഷ്യൻ ക്രമീകരിച്ച് മനുഷ്യൻ ഒപ്പിച്ചുകൊണ്ടുവന്ന ആത്മാവേദ, മറിച്ച് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ദൈവത്തിന്റെ ഹിതപ്രകാരം നമ്മുടെ ആലോചനയ്ക്കല്ല, നമ്മുടെ പ്ലാനിലല്ല, എൻ്റെ പ്ലാനിനെ മാറ്റിക്കൊണ്ട്, എൻ്റെ ആലോചനയെ മാറ്റിക്കൊണ്ട് എൻ്റെ മേൽ ഇറങ്ങി വരുന്ന ദൈവത്തിന്റെ ആത്മാവും ഞാൻ കൊണ്ടുവരുന്ന ആത്മാവും ഏതെന്ന് തിരിച്ചറിയുവാൻ തക്കവണ്ണം നാം തയ്യാറാകണം. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ കുറിച്ച് വേദപുസ്തകത്തിൽ പറയുന്ന ഒരു ടേം ഹോളി സ്പിരിറ്റ്. ഹോളി സ്പിരിറ്റ്, പരിശുദ്ധാത്മാവ്. പരിശുദ്ധാത്മാവ് എന്ന് പറഞ്ഞാൽ പരിശുദ്ധമായത് മാത്രമേ പരിശുദ്ധാത്മാവ് ചെയ്യത്തുള്ളൂ. പരിശുദ്ധാത്മാവ് എന്ന് പറഞ്ഞാൽ എന്നിൽ പരിശുദ്ധാത്മാവ് ഇറങ്ങി വരണമെന്ന് വരികിൽ, ഞാൻ ഓർക്കുന്നുണ്ട് പണ്ട് മാങ്ങാനം ജോസഫ് ഉപദേശിയൊക്കെ ഓടി നടന്ന് ഈ അഭിഷേകം പ്രാപിപ്പാൻ ആൾക്കാരുടെ ഇടയ്ക്ക് പോകുമ്പോൾ ഞാൻ ഇപ്പോഴും ഓർക്കുന്ന ഒരു സംഭവമുണ്ട്. ഞങ്ങളുടെ ചർച്ചിൽ ഇങ്ങനെ യോഗം നടക്കുകയാണ്. ഒരു മനുഷ്യൻ ഇരുന്ന് പ്രാർത്ഥിച്ചിട്ടും ഒന്നും കിട്ടുന്നില്ല. അവസാനം ആ മനുഷ്യൻ വിളിച്ചു പറഞ്ഞു, കർത്താവേ, ഞാൻ എൻ്റെ ഭാര്യയെ അടിച്ചത്, ഞാൻ അവളോട് ക്ഷമ ചോദിക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴാണ് ആത്മാവ് ഇറങ്ങിയത്. മനസ്സിലായോ?
അകത്തെന്തെങ്കിലും ഉണ്ടെന്ന് വരികിൽ, ദൈവത്തിന് വിരുദ്ധമായി അകത്തെന്തെങ്കിലും ഉണ്ടെന്ന് വരികിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അവിടെ ഇറങ്ങത്തില്ലെന്ന് ഇന്ന് പകൽക്കാലം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൽ ഓർപ്പിക്കട്ടെ. ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ പേര് പരിശുദ്ധ ആത്മാവ്. ഇറ്റ്സ് എ ഹോളി സ്പിരിറ്റ്. ഇന്ന് രാവിലെ നമ്മുടെ ഹൃദയങ്ങൾ, നമ്മുടെ വെസൽസ് ദൈവത്തിന് പ്രവർത്തിപ്പാൻ തക്കവണ്ണം നമ്മുടെ വെസൽസിനെ ഒരുക്കിക്കൊണ്ട് ഇന്ന് പകൽക്കാലം ഇരിക്കണം. നമ്മുടെ ഹൃദയത്തിൽ എന്തെങ്കിലും ദൈവത്തിന് വിരുദ്ധമായി നമ്മുടെ ഹൃദയത്തിൽ എന്തെങ്കിലും ഉണ്ടെന്ന് വരികിൽ ഇന്ന് പകൽക്കാലം പറയണം, കർത്താവേ എന്നെ ഒന്ന് കഴുകുമാറാകണം എന്നിന്ന് പകൽക്കാലം നാം പറയണം. The Spirit of the Lord will move only when we come to the presence of God and asking God for a cleansing. ഒരു കഴുകലിന് വേണ്ടി സമർപ്പിച്ചുകൊണ്ട് നാം അടുത്തു വരാതെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കത്തില്ല. യോഹന്നാന്റെ സുവിശേഷം 15-ാമത്തെ അധ്യായം അതിൽ 26-27 വാക്യങ്ങളിൽ ഇപ്രകാരം കർത്താവ് പറയുന്നു, ഞാൻ പിതാവിൻ്റെ അടുക്കൽ നിന്ന് നിങ്ങൾക്ക് അയപ്പാനുള്ള കാര്യസ്ഥനായി പിതാവിൻ്റെ അടുക്കൽ നിന്ന് പുറപ്പെടുന്ന സത്യ ആത്മാവ് വരുമ്പോൾ അവൻ എന്നെക്കുറിച്ച് സാക്ഷ്യം പറയും. പരിശുദ്ധാത്മാവിനെ കുറിച്ച് പറയുന്നു, ഇറ്റ് ഈസ് ദ സ്പിരിറ്റ് ഓഫ് ട്രൂത്ത്. സത്യ ആത്മാവ് എന്ന് പറഞ്ഞാൽ പരിശുദ്ധാത്മാവിൽ നിയോഗത്താൽ ഞാൻ ഇവിടെ നിന്നാൽ ഞാൻ അതിശയോക്തി പറയത്തില്ല. പറയൂ? പറയത്തില്ല. അതിശയോക്തി ഒന്നും സ്റ്റേജിൽ നിന്നുകൊണ്ട് ആരും അതിശയോക്തി വിളിച്ചു പറയേണ്ട ആവശ്യമില്ല. സ്റ്റേജിൽ നിന്നുകൊണ്ട് ആരും അതിശയോക്തി കാണിക്കേണ്ട ആവശ്യവുമില്ല. കാര്യം ഇത് സത്യ ആത്മാവാണ്. എവ്രി വേർഡ് that comes out of the mouth is truthful. സത്യത്തിൻ്റെ ആത്മാവിനാൽ നിറഞ്ഞുകൊണ്ട് ഞാനും നിങ്ങളും സംസാരിക്കുമ്പോൾ സത്യം മാത്രമേ സംസാരിക്കാവൂ. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് യേശു ക്രിസ്തു വീണ്ടും അവിടെ പറയുമ്പോൾ യോഹന്നാൻ 16:7-8 ഇപ്രകാരം പറയുന്നു, എന്നാൽ ഞാൻ നിങ്ങളോട് സത്യം പറയുന്നു, ഞാൻ പോകുന്നത് നിങ്ങൾക്ക് പ്രയോജനം. ഞാൻ പോകാഞ്ഞാൽ കാര്യസ്ഥൻ നിങ്ങളുടെ അടുക്കൽ വരികയില്ല. ഞാൻ പോയാൽ അവനെ നിങ്ങളുടെ അടുക്കൽ അയക്കും. എന്നിട്ട് പറയുന്നു, പരിശുദ്ധാത്മാവ് വന്നു കഴിയുമ്പോൾ എന്താ സംഭവിക്കുന്നത്? പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ലോകത്തിന് ബോധ്യം വരുത്തും. ഇപ്പം പരിശുദ്ധാത്മാവിൻ്റെ ഒരു പ്രവൃത്തി എന്താണെന്നറിയാമോ? പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തിയിൽ രോഗികൾ സൗഖ്യമാകും. ദർ ഈസ് ആബ്സല്യൂട്ട്ലി നോ ക്വസ്റ്റ്യൻ ഓൺ ദാറ്റ്. പക്ഷേ അതല്ല മെയിനായിട്ട് പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തി. പരിശുദ്ധാത്മാവിന് ഒരു രോഗിയെ സൗഖ്യമാക്കുന്നത് ഇറ്റ് ഈസ് ഇമ്മെറ്റീരിയൽ. അതല്ല പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തിയുടെ ഫോക്കസ് എന്ന് പറയുന്നത് ഒരു രോഗിയെ സൗഖ്യമാക്കുന്നതോ ആരെങ്കിലും താഴെ വീഴുന്നതോ ഒന്നുമല്ല പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തിയുടെ ഫോക്കസ്. പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പം പാപത്തെക്കുറിച്ച്, നീതിയെക്കുറിച്ച്, ന്യായവിധിയെക്കുറിച്ച് ലോകത്തിന് ബോധ്യം വരുന്നു. ഇന്ന് രാവിലെ നാം ഒന്ന് ചിന്തിച്ചേ, നമ്മുടെ ഇടയിൽ കാണുന്ന ഗിമിക്സുകൾ പലതിലും പാപബോധം, നീതിബോധം എന്തെങ്കിലും കാണുന്നുണ്ടോ എന്ന് നാം പരിശോധിക്കണം. ഏത് ശുശ്രൂഷ കണ്ടാലും പരിശുദ്ധാത്മാവ് അതിൻ്റെ നടുവിൽ വെളിപ്പെട്ടാൽ ഞാൻ കണ്ടിട്ടുണ്ട്, ജനം അലറി വിളിച്ച് പാപബോധം വന്ന് എൻ്റെ കർത്താവേ എന്നോട് ക്ഷമിക്കണമേ എന്ന് പറഞ്ഞ് കരയുന്ന ആളുകളെ ഞാൻ കണ്ടിട്ടുണ്ട്. ഈവൻ I was in many of the ICPF conventions. ICPFന്റെ ക്യാമ്പിലൊക്കെ പോകുമ്പം ഈ കുഞ്ഞുങ്ങൾ ആത്മാവിൻ്റെ ഒരു പകർച്ച സംഭവിക്കുമ്പം ഈ കുഞ്ഞുങ്ങൾ ഓൾട്ടറിൽ കടന്നു വന്നിട്ട് കണ്ണുനീരോടുകൂടെ കരയുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. മണിക്കൂറുകൾ ഇരുന്ന് കരയുന്നത് കണ്ടിട്ടുണ്ട്. പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തി വരുമ്പോൾ പാപത്തെക്കുറിച്ച് ബോധ്യം വരുത്തും. എൻ്റെ ജീവിതത്തിൻ്റെ കുറവുകളെ ഓർപ്പിക്കുന്നത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ്. ന്യായവിധിയെക്കുറിച്ച് അത് ഓർമ്മപ്പെടുത്തുമെന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിൽ ഓർപ്പിക്കട്ടെ. അവൻ വന്ന പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ലോകത്തിന് ബോധ്യം വരുത്തും. നമ്മൾ ഏതെങ്കിലും ഒരു ശുശ്രൂഷയിൽ കടന്നുപോയിട്ട് ഈ ഒരു അവയർനെസ് നമുക്കുണ്ടാകുന്നില്ലെന്ന് വരികിൽ we need to look back. നാം ഒരു വലിയ മീറ്റിങ്ങിൽ പോയിട്ട് മീറ്റിംഗ് കഴിഞ്ഞ് സൂപ്പർ മെസ്സേജ് ആയിരുന്നു, ഭയങ്കര അനുഗ്രഹമായിരുന്നു, ഭയങ്കര വിടുതലാണെന്ന് പറഞ്ഞ് ഇറങ്ങിപ്പോന്നിട്ട് നമ്മുടെ ജീവിതത്തിൽ പാപബോധം വന്നിട്ടില്ലെന്ന് വരികിൽ
ന്യായവിധിയെക്കുറിച്ചുള്ള ബോധ്യം വന്നിട്ടില്ലെന്ന് വരികിൽ കർത്താവിൻ്റെ വരവിനെക്കുറിച്ചൊരു പ്രതീക്ഷ നമ്മുടെ ഹൃദയത്തിൻ്റെ ഉൾത്തടങ്ങളിൽ ഉണ്ടാകുന്നില്ലെന്ന് വരികിൽ അവിടെ ദൈവത്തിൻ്റെ ആത്മാവ് പ്രവർത്തിച്ചിട്ടില്ല. ദൈവത്തിൻ്റെ ആത്മാവ് പ്രവർത്തിച്ച് എനിക്കൊരു കരണ്ട് അടിച്ചെന്ന് പറഞ്ഞിട്ട് പോകാനല്ല ദൈവത്തിൻ്റെ പ്രവൃത്തി. ദൈവത്തിൻ്റെ പ്രവൃത്തി കരണ്ട് അടിപ്പിക്കുകയല്ല, നിന്റെ ഹൃദയത്തിൻ്റെ അകത്ത് നിന്റെ മനസാക്ഷിയിൽ കരണ്ട് അടിപ്പിക്കുന്ന പരിപാടിയാ ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ പരിപാടി. അതുണ്ടായില്ലെന്ന് വരികിൽ, പാപബോധം ഉണ്ടായില്ലെന്ന് വരികിൽ, ദൈവിക നീതിയെക്കുറിച്ചുള്ള ബോധ്യം ഉണ്ടായില്ലെന്ന് വരികിൽ, കർത്താവിൻ്റെ വരവിനെ കുറിച്ച് എനിക്കൊരു ഓർമ്മയുണ്ടായില്ലെന്ന് വരികിൽ, അവിടെ പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തിയൊന്നുമല്ല നടക്കുന്നത്. യെശയ്യാ പ്രവചനം ഞാൻ ഇന്ന് പറഞ്ഞു പോകുകയോ കേട്ടോ, നിങ്ങൾ എഴുതേണ്ടിയവർ എഴുതിയെടുത്തോണം. യെശയ്യാ പ്രവചനം 11-ാമത്തെ അധ്യായം അതിൻ്റെ 2-ാമത്തെ വാക്യം, ഐസയ്യാ ചാപ്റ്റർ 11:2, it says, അവൻ്റെ മേൽ യഹോവയുടെ ആത്മാവ് ആവസിക്കും, ജ്ഞാനത്തിൻ്റെയും വിവേകത്തിൻ്റെയും ആത്മാവ്, ആലോചനയുടെയും ബലത്തിൻ്റെയും ആത്മാവ്, പരിജ്ഞാനത്തിൻ്റെയും യഹോവ ഭക്തിയുടെയും ആത്മാവ്. പരിശുദ്ധ ആത്മാവിനെ കുറിച്ച് അവിടെ ഡിസ്ക്രൈബ് ചെയ്യുമ്പം യഹോവയുടെ ആത്മാവ് അവൻ്റെ മേൽ വസിക്കും. ആ ആത്മാവ് ഏതാണെന്നറിയാമോ? ജ്ഞാനത്തിൻ്റെ ആത്മാവ്, വിവേകത്തിൻ്റെ ആത്മാവ്, ദൈവിക ആലോചനയുടെ ആത്മാവ്, ബലത്തിൻ്റെ ആത്മാവ്, പരിജ്ഞാനത്തിൻ്റെയും യഹോവ ഭക്തിയുടെയും ആത്മാവ്. ഹോളി സ്പിരിറ്റിനെ കൊണ്ട് നമ്മുടെ മേൽ സംഭവിക്കേണ്ടത് ദൈവിക ജ്ഞാനം, വിവേകത്തിൻ്റെ ആത്മാവ്. ഞാൻ ഓർക്കുന്നുണ്ട്, പണ്ടൊക്കെ കാത്തിരിപ്പ് യോഗങ്ങൾക്കൊക്കെ ഇരിക്കുമ്പം നമ്മുടെ സഹോദരിമാരുടെ അവർ ആത്മനിറവിൽ ദൈവത്തെ സ്തുതിക്കുമ്പം തലയിൽ നിന്ന് ഇവരുടെ തുണി പോയാൽ ഇവരൊക്കെ തിരിച്ചറിയുമായിരുന്നു, അല്ലേ? ഇല്ലേ? അറിയുമായിരുന്നു. അതെങ്ങനെ അറിയാവുന്നേ? വിവേകത്തിൻ്റെ ആത്മാവ്, പരിശുദ്ധാത്മാവ്. വസ്ത്രം അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറിയാൽ സഹോദരിമാർക്ക് തിരിച്ചറിയാമായിരുന്നു. വിവേകത്തിൻ്റെ ആത്മാവ് ഇത്. വിവേകമില്ലാതെ പ്രവർത്തിക്കുന്നതൊന്നും ദൈവത്തിൻ്റെ ആത്മാവല്ലെന്ന് ദൈവത്തിൻ്റെ നാമത്തിൽ ഇന്ന് പകൽക്കാലം ഓർപ്പിക്കട്ടെ. ഇത് വിവേകത്തിൻ്റെ ആത്മാവ്, ഇത് ജ്ഞാനത്തിൻ്റെ ആത്മാവ്, ഇത് പരിജ്ഞാനത്തിൻ്റെ ആത്മാവ്, ഇത് ബലത്തിൻ്റെ ആത്മാവ്, ദൈവിക ആലോചനയുടെ ആത്മാവ്. എന്തും കാട്ടിക്കൂട്ടുന്നത് പരിശുദ്ധാത്മാവിൻ്റെ പേരിൽ, എന്തും കാട്ടിക്കൂട്ടുന്നത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവല്ല. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വചനത്തിൻ്റെ വ്യവസ്ഥയിൽ മാത്രമേ പ്രവർത്തിക്കൂ എന്ന് ദൈവത്തിൻ്റെ ആത്മാവിൽ ഓർപ്പിക്കട്ടെ. അപ്പോസ്തലനായ പൗലോസ് 2 തിമോത്തിയോസിന്റെ ലേഖനം 1-ാമത്തെ അധ്യായം, 2 Timothy chapter 1:7, നമ്മൾ എപ്പോഴും പറയുന്ന ഒരു വാക്കാ. ഭീരുത്വത്തിൻ്റെ ആത്മാവിനെയല്ല, ശക്തിയുടെയും സ്നേഹത്തിൻ്റെയും സുബോധത്തിൻ്റെയും ആത്മാവിനെ അത്രേ ദൈവം നമുക്ക് നൽകിയിരിക്കുന്നത്. നമുക്കിഷ്ടം അതിൻ്റെ ആദ്യത്തെ ഭാഗമാണ്, ശക്തിയുടെ ആത്മാവിനെ, അല്ലേ? ശക്തിയുടെ ആത്മാവ് നമുക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ വന്ന് രൂഫസിൻ്റെ തലയിലോട്ട് കൈവെക്കുന്ന ഉടനെ രൂഫസ് താഴെ വീഴണം, ഭയങ്കര സന്തോഷമാണ്. എന്തോ? പക്ഷെ അടുത്ത പദം നോക്കിക്കേ, ഇത് സ്നേഹത്തിൻ്റെ ആത്മാവാണ്. ഈ എൻ്റെ മേൽ ദൈവത്തിൻ്റെ ആത്മാവ് വന്നിട്ട് എൻ്റെ കൂട്ടു സഹോദരനെ എനിക്ക് സ്നേഹിക്കാൻ പറ്റുന്നില്ലെന്ന് വരികിൽ, പോട്ടെ, എൻ്റെ സഹോദരൻ എനിക്ക് എന്ത് ചെയ്താലും അവനെ സ്നേഹിക്കാൻ, എൻ്റെ സഹോദരിയെ സ്നേഹിക്കാൻ ഈ ആത്മാവ് വന്നിട്ട് എനിക്ക് സാധിച്ചില്ലെങ്കിൽ എൻ്റെ മേൽ ആത്മാവ് വന്നിട്ടില്ല. ഞാനല്ല പറയുന്നത്, അപ്പോസ്തലനായ പൗലോസ് ആത്മനിറവിൽ നമ്മെ ഓർപ്പിക്കുന്ന കാര്യമാണ്. അങ്ങനെയാണെന്ന് വരികിൽ, ഇപ്പോഴും നമ്മുടെ ഹൃദയത്തിൽ എന്തെങ്കിലും പകയുണ്ടെന്ന് വരികിൽ, നമുക്കാരോടെങ്കിലും പ്രയാസമുണ്ടെന്ന് വരികിൽ, എനിക്ക് യോജിക്കാൻ മേലാത്തവരൊക്കെ കാണും. എല്ലാവരോടും എനിക്ക് യോജിക്കണമെന്ന് നിർബന്ധമില്ല. എന്നാൽ എനിക്ക് ആരോടെങ്കിലും വിരോധമുണ്ടെന്ന് വരികിൽ, എനിക്ക് ആരോടെങ്കിലും പകയുണ്ടെന്ന് വരികിൽ, എനിക്ക് ആരോടെങ്കിലും ക്ഷമിക്കുവാൻ സാധിച്ചിട്ടില്ലെന്ന് വരികിൽ, എൻ്റെ മേൽ ആത്മാവ് ഉറക്കപ്പറ വന്നിട്ടില്ല. നിങ്ങളാ പറഞ്ഞത്, എൻ്റെ മേൽ ആത്മാവ് വന്നിട്ടില്ല. ഇന്ന് പകൽക്കാലം ഒന്ന് ചിന്തിച്ചേ, നാം അന്യഭാഷ പറയുന്നവരല്ലേ? 8-ാമത്തെ വയസ്സിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ ദൈവം എന്നെ നിറച്ചതാണ്. 8-ാമത്തെ വയസ്സിൽ അനേകർ വീട്ടിൽ വരുമായിരുന്നു. ആത്മാവിൽ ദൂത് പറയുന്നത് കേൾക്കുവാൻ അനേകർ വീട്ടിൽ വരുമായിരുന്നു. അന്യഭാഷയിൽ അന്ന് മുതൽ ഇന്ന് വരെ സംസാരിക്കുന്ന വ്യക്തിയാണ്. പക്ഷേ
ഞാൻ അന്യഭാഷ പറഞ്ഞത് കൊണ്ട് കാര്യമില്ല. എൻ്റെ ഹൃദയത്തിൽ ദൈവസ്നേഹം ഉണ്ടാകുന്നില്ലെന്ന് വരികിൽ എന്നിൽ ആത്മാവ് വന്നിട്ടില്ല. എനിക്ക് എത്ര അന്യഭാഷ പറഞ്ഞാലും, അന്യഭാഷ പറഞ്ഞിട്ട് എൻ്റെ കൂട്ടു സഹോദരനെ എനിക്ക് സ്നേഹിക്കാൻ സാധിക്കുന്നില്ലെന്ന് വരികിൽ, അടുത്ത പദം പറയുന്നു, ഇത് സുബോധത്തിന്റെ ആത്മാവാണ്. സുബോധത്തിന്റെ പവർ ഓഫ് ലവ് ആൻഡ് സെൽഫ് ഡിസിപ്ലിൻ. എ സോബർ സ്പിരിറ്റ് ഇത്. സോബർ സ്പിരിറ്റ് എന്ന് പറഞ്ഞാൽ നല്ലതും തീയതും കണ്ട തിരിച്ചറിയാനുള്ള കഴിവുള്ള ആത്മാവായത്. ഇന്ന് പകൽക്കാലം ദൈവം നമ്മിൽ തന്നിരിക്കുന്ന ആത്മാവ് സുബോധത്തിന്റെ ആത്മാവാണ്. അപ്പോസ്തലനായ പൗലോസ് എഫേസ്യ ലേഖനം 1-ാമത്തെ അധ്യായം, എഫേഷ്യൻസ് ചാപ്റ്റർ 1 വേഴ്സ് 17-18. അപ്പോസ്തലനായ പൗലോസ് അവിടെ പറയുന്നു, ആരെങ്കിലും ശബ്ദമുയർത്തി ഒന്ന് വായിച്ച് എഫേഷ്യൻസ് 1:17-18. ജ്ഞാനത്തിൻ്റെയും വെളിപ്പാടിൻ്റെയും ആത്മാവ്. ഇത് ജ്ഞാനത്തിൻ്റെ ആത്മാവ, വെളിപ്പാടിൻ്റെ ആത്മാവ. വിശ്വസിക്കുന്നവരായ നമുക്ക് വേണ്ടി വ്യാപരിക്കുന്ന ദൈവശക്തിയുടെ അളവറ്റ വലിപ്പം തിരിച്ചറിയണമെന്ന് വരികിൽ ഈ പരിശുദ്ധാത്മാവ് എന്താണെന്ന് നാം തിരിച്ചറിയണം. എൻ്റെ മുൻപിൽ അധിക സമയമില്ല. അടുത്ത 5 മിനിറ്റിൽ 1741 ജോണതൻ എഡ്വേർഡ് എന്ന് പറയുന്ന ദൈവദാസൻ ദ ഡിസ്റ്റിങ്യൂഷിംഗ് മാർക്സ് ഓഫ് ദ വർക്ക്സ് ഓഫ് ഹോളി സ്പിരിറ്റ് എന്ന് പറയുന്ന ഒരു വലിയ പ്രസംഗം നടത്തി. പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തി തിരിച്ചറിയുന്നത് എങ്ങനെയാണെന്ന്. അതിൽ 5 കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞു. ആ 5 കാര്യങ്ങൾ ഇന്നും വാലിഡാണ്. 18-ാമത്തെ നൂറ്റാണ്ടിൽ ജോണതൻ എഡ്വേർഡ് വിളിച്ചു പറഞ്ഞ 5 കാര്യങ്ങൾ ഇന്നും വാലിഡാണ്. 5 കാര്യങ്ങൾ ഞാൻ ഓർപ്പിക്കാം. അത് കഴിഞ്ഞ് വി വിൽ കണ്ടിന്യൂ ദിസ്. ആ 5 കാര്യങ്ങൾ നാം ഏത് കാര്യങ്ങൾ കണ്ടാലും ആത്മാവിൻ്റെ പ്രവൃത്തിയാണോ എന്ന് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നു. ആ 5 മെഷർമെൻറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. നമ്പർ 1, ഡസ് ഇറ്റ് ബ്രിങ് ഓണർ ടു ദ പ്രസൻസ് ഓഫ് ജീസസ് ക്രൈസ്റ്റ്. 1-ാമത്തെ കാര്യം, എൻ്റെ ശുശ്രൂഷ ആർക്കാ മഹത്വം എടുക്കുന്നത്? എൻ്റെ ശുശ്രൂഷ മുഖാന്തരം എനിക്ക് മഹത്വം എടുക്കുകയാണെന്ന് വരികിൽ അത് പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തിയല്ല. ജനത്തെ എന്നിലേക്കാണ് ഞാൻ ആകർഷിക്കുന്നത് എന്ന് വരികിൽ അത് പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തിയല്ല. എന്നിലേക്ക് ജനത്തെ ആകർഷിക്കുകയും എന്നിലേക്ക് എല്ലാവരുടെ ശ്രദ്ധ കൊണ്ടുവരുവാൻ ഞാൻ ശ്രമിക്കുമ്പം പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തിയല്ല എന്ന ദൈവദാസൻ അവിടെ ഓർപ്പിക്കുന്നത്. ഇന്ന് രാവിലെ നമ്മുടെ ഏത് പ്രവൃത്തിയിലും, ഈവൻ പ്രൈസ് ആൻഡ് വർഷിപ്പ് ടീം, നിങ്ങൾ മുന്നോട്ട് കടന്നു വന്ന് പാടാൻ വരുമ്പം, അതുകൊണ്ടാണ് ഞാൻ പലപ്പോഴും പറയുന്നത്, ദിസ് ഈസ് എ മിനിസ്ട്രി, ഇതൊരു പെർഫോമൻസ് അല്ല. ഇവിടെ ബിനു കയറി നിന്ന് ഇവിടെ പാടുമ്പം, ബിനുവിന് സ്വല്പം പാട്ടറിയാം, അത് ഞാൻ കാണിക്കാമെന്ന് ബിനു എപ്പം വിചാരിച്ചാലും അവിടെ ദൈവത്തിൻ്റെ ആത്മാവ് പ്രവർത്തിക്കത്തില്ല. എന്നാൽ മറിച്ച്, കർത്താവേ ഞാൻ അങ്ങയുടെ ശുശ്രൂഷയ്ക്കായി കയറുന്നു, ഞങ്ങളെ ആരും കാണരുത്, ദൈവത്തെ കാണണം, ക്രൂശ് കാണണം എന്ന് പറഞ്ഞുകൊണ്ട് സഹോദരന്മാർ കയറി വരുമ്പം അതിൻ്റെ നടുവിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വ്യാപരിക്കും. ദൈവദാസന് വചന ശുശ്രൂഷിക്കുവാനായി എഴുന്നേറ്റ് നിൽക്കുമ്പം എന്നെ ഉയർത്തുവാൻ, സെൽഫ് ഗ്ലോറിഫിക്കേഷൻ ഞാൻ എപ്പം ശ്രമിച്ചാലും അവിടെ ദൈവത്തിൻ്റെ ആത്മാവല്ല എന്ന് ഇന്ന് പകൽക്കാലം ഓർപ്പിക്കട്ടെ. അത് നമ്മുടെ ഏത് ശുശ്രൂഷയിലും, വലിയ ശുശ്രൂഷയാകട്ടെ ചെറിയ ശുശ്രൂഷയാകട്ടെ, ദ പ്രൈമറി ടെസ്റ്റ്, ഡസ് ഇറ്റ് ഓണർ ജീസസ് ക്രൈസ്റ്റ്? യേശുവിനെയാണോ ഉയർത്തിയത്, അതോ എന്നെയാണോ ഉയർത്തുന്നത്? ഈ ദിവസങ്ങളിലൊക്കെ നാം കണ്ടുകൊണ്ടിരിക്കുന്ന പല സംഭവങ്ങളുടെ മുഖത്ത് നാം നമ്മെ തന്നെ പരിശോധിക്കണം. ഞാനിത് പറയുന്നത് ഇതെൻ്റെ സഭയായതുകൊണ്ടും നാം ഇതിനെ എങ്ങനെ കാണണം എന്ന തിരുവചനത്തിൽ ഞാൻ ഓർപ്പിക്കുകയാണ്. ഏത് ശുശ്രൂഷ കണ്ടാലും ജനത്തിൻ്റെ ഹൃദയം, ജനത്തിൻ്റെ മനസ്സ്, ജനത്തിൻ്റെ അറ്റൻഷൻ ദൈവത്തിങ്കിൽ നിന്നും മാറ്റി എന്നിലേക്ക് കൊണ്ടുവരുവാൻ പ്രസംഗകനായ ഞാൻ ശ്രമിക്കുമ്പം, പാട്ടുകാരനായ ഞാൻ ശ്രമിക്കുമ്പം, സംഘാടകനായ ഞാൻ ശ്രമിക്കുമ്പം ദൈവനാമം അവിടെ മഹത്വം എടുക്കുകയില്ല. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അവിടെ വ്യാപരിക്കത്തില്ല. നമ്പർ 2, does it produce greater hatred of sin and greater love for righteousness?
ഈ ശുശ്രൂഷ കൊണ്ട് ഒരു പാപബോധം വരുന്നില്ലെന്ന് വരികിൽ, ദൈവത്തോടൊരു സ്നേഹം വരുന്നില്ലെന്ന് വരികിൽ, ഈ ശുശ്രൂഷയിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വ്യാപരിച്ചിട്ടില്ല. ചോദിക്കട്ടെ, നാം ഒരു ഓൾട്ടർ കോൾ കൊടുക്കുമ്പം മുന്നോട്ട് കടന്നു വരുന്നവർ, ആ ഓൾട്ടർ കോൾ പ്രാർത്ഥന കഴിയുമ്പം, നമുക്കെല്ലാവർക്കും കേരളത്തിലൊക്കെ നടന്ന വലിയ റിവൈവൽസ് നാം ഒക്കെ കണ്ടിട്ടുണ്ട്. ആ റിവൈവൽസിലൊക്കെ ജനം അലമുറയിട്ട് കരയുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. കോട്ടയത്ത് ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്, പാസ്റ്റർ PM ഫിലിപ്പിൻ്റെ സമയത്ത് ഒരു കൊലപാതകം ചെയ്ത ഒരു വ്യക്തി അവിടെ വന്നിട്ട് അവിടെ വെച്ച് പരസ്യമായി വിളിച്ചു പറഞ്ഞു. അപ്പം പാസ്റ്റർ PM ഫിലിപ്പ് പറഞ്ഞു, മാറ്റി വിളിച്ച് ശാന്തമാക്കി ആ സഹോദരനെ കൊണ്ടുപോയി എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. ഞാൻ പറഞ്ഞത്, നമ്മളെല്ലാം ഇത് കണ്ടിട്ടില്ലേ? ദൈവസന്നിധിയിൽ അടുത്ത് വരുമ്പോൾ തീയുടെ അടുത്ത് കടന്നു വന്നേച്ച് നമുക്കൊരു വ്യത്യാസം ഉണ്ടായില്ലെങ്കിൽ, ഞാൻ ഇപ്പോഴും ഓർക്കുന്നു, ആ ദൈവദാസൻ്റെ പേര് ഞാൻ മറന്നുപോയല്ലോ. ഈ ദിവസങ്ങൾ ദൈവം ശക്തമായി ഉപയോഗിക്കുന്ന ദൈവദാസനാണ്. ഓക്കെ, അദ്ദേഹം പറഞ്ഞ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഇപ്രകാരമാണ്: ഇഫ് യു ഹിറ്റ് ബൈ എ heavy vehicle, and if you hit by a heavy vehicle face to face, and then നിനക്കൊരു വ്യത്യാസവും സംഭവിച്ചില്ലെന്ന് വരികിൽ, ഒരു ഹെഡ് ഓൺ കൊളീഷൻ, ഒരു മേജർ ട്രക്ക് 100 മൈലിൽ വന്ന് ഹെഡ് ഓൺ കൊളീഷൻ എനിക്കുണ്ടായിട്ട് എനിക്കൊരു കുഴപ്പവും സംഭവിച്ചില്ലെന്ന് വരികിൽ, അവിടെ ആക്സിഡൻ്റ് ഉണ്ടായിട്ടില്ല. ഇന്ന് രാവിലെ ഓർപ്പിക്കട്ടെ, ദൈവസന്നിധിയിൽ കടുത്തു വരുമ്പോൾ ഉണ്ടല്ലോ, യേശുവിനെ മരിച്ചവൻ ഉയർപ്പിച്ചവൻ്റെ ആത്മാവ നമ്മെ സ്പർശിക്കുന്നത്. രാവിലെ നാം ദൈവസന്നിധിയിൽ അടുത്തു വരുമ്പം നാം ഉണ്ടാകുന്ന ഹെഡ് ഓൺ കൊളീഷൻ ആരുമായിട്ടാണെന്നറിയാമോ? ഓൾട്ടറിലേക്ക് ഞാൻ അടുത്ത് വരുമ്പം എനിക്കുണ്ടാകുന്ന ഹെഡ് ഓൺ കൊളീഷൻ ദൈവത്തിൻ്റെ ആത്മാവുമായിട്ട് ഞാൻ സന്ധിച്ചിട്ട് എനിക്ക് പാപബോധം വരുന്നില്ലെന്ന് വരികിൽ. മൂന്നാമത്തെ കാര്യം ദൈവത്തിൻ്റെ ദാസൻ ഓർപ്പിക്കുന്നത്, ഡസ് ഇറ്റ് പ്രൊഡ്യൂസ് ഗ്രേറ്റർ റിഗാർഡ് ഫോർ സ്ക്രിപ്ചർ? ദൈവവചനത്തോടൊരു സ്നേഹം ഇത് തരുന്നുണ്ടോ? 4, ഡസ് ഇറ്റ് ലീഡ് പീപ്പിൾ ടു ട്രൂത്ത്? സത്യത്തിലേക്ക് ജനത്തെ ഇത് വഴി നടത്തുന്നുണ്ടോ? 5, ഡസ് ഇറ്റ് പ്രൊഡ്യൂസ് എ ഗ്രേറ്റർ ലവ് ഫോർ ഗോഡ് ആൻഡ് മാൻ? ദൈവത്തോടൊരു സ്നേഹം ഇത് നമുക്ക് തരുന്നുണ്ടോ? പരിശുദ്ധാത്മാവ് എവിടെയൊക്കെ പ്രവർത്തിക്കുന്നോ അവിടെയൊക്കെ ഈ 5 കാര്യങ്ങൾ നടക്കണം. ഇത് നടന്നില്ലെന്ന് വരികിൽ വെറുതെ വീണിട്ട് പോയാൽ ഒരു പ്രയോജനവുമില്ല. ഒറ്റ വാക്കുകൂടെ ഞാൻ പറഞ്ഞ അവിടെ അങ്ങ് നിർത്താം. ആ ഭാഗം പറഞ്ഞതുകൊണ്ട് ഞാൻ ഒത്തിരി വേദപുസ്തകം അന്വേഷിച്ചു നോക്കി. വേദപുസ്തകത്തിൽ വീണവരെല്ലാം കുമ്പിട്ടാ വീണത്. വീണവരെല്ലാം അവൻ്റെ മുൻപിൽ വീണു എന്ന് പറയുന്നിടത്തെല്ലാം ദൈവത്തെ നമസ്കരിക്കുകയായിരുന്നു. പുറകോട്ട് വീണാൽ കുഴപ്പമുണ്ടെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. പക്ഷെ പുറകോട്ട് വീണത് വേദപുസ്തകത്തിൽ കാണുന്നില്ല. പുറകോട്ട് വീണത് വേദപുസ്തകത്തിൽ പുതിയ നിയമത്തിൽ കാണുന്ന ഒരൊറ്റ ഭാഗം മാത്രമേ ഉള്ളൂ. യേശുവിനെ പിടിക്കാൻ ഗെത്സമന തോട്ടത്തിൽ പടയാളികൾ വന്നപ്പം ഞാനാകുന്നു എന്ന് യേശു പറഞ്ഞപ്പം പടയാളികൾ പുറകോട്ട് വീണു. അല്ലാതെ ആരും പുറകോട്ട് വീണ ചരിത്രം വേദപുസ്തകത്തിൽ ഞാൻ കാണുന്നില്ല. ഏലി പുരോഹിതൻ പുറകോട്ട് വീണു കഴുത്തൊടിച്ചു മരിച്ചതൊക്കെ വായിക്കുന്നുണ്ട്. അല്ലാതെ ഒന്നും ദൈവസന്നിധിയിൽ ആത്മാവിൻ്റെ പ്രവൃത്തിയിൽ ആളുകൾ വീഴത്തില്ലെന്ന് ഞാൻ പറയുന്നില്ല. ആ വലിയ ശക്തി നമ്മുടെ മേൽ ഇറങ്ങുമ്പം അത് വീഴുന്നത് ഒരു ശുശ്രൂഷയല്ല. ദൈവത്തിൻ്റെ ആ ശക്തി എൻ്റെ മേൽ വരുമ്പം ഒരുപക്ഷെ ഞാൻ വീണെന്ന് വരാം, ഞാൻ കരഞ്ഞെന്ന് വരാം. എന്നാൽ അതൊന്നും ഒരു ശുശ്രൂഷയാക്കി ആരും എടുക്കരുത്. ദൈവത്തിൻ്റെ ശുശ്രൂഷ, പരിശുദ്ധാത്മാവിൻ്റെ ശുശ്രൂഷ എന്ന് പറയുന്നത് എൻ്റെ ജീവിതത്തിൽ പാപബോധം വരുത്തുന്നതാണ്. പരിശുദ്ധാത്മാവിൻ്റെ ശുശ്രൂഷ എന്നെ തന്നെ കാണുവാൻ എന്നെ പ്രേരിപ്പിക്കുന്നതാണ്. പരിശുദ്ധാത്മാവിൻ്റെ ശുശ്രൂഷ വചനത്തെക്കുറിച്ചുള്ള ബോധ്യം എന്നിൽ തരുന്നതാ. പരിശുദ്ധാത്മാവിൻ്റെ ശുശ്രൂഷ നഷ്ടപ്പെട്ടു പോകുന്ന ജനത്തെക്കുറിച്ചൊരു ബോധ്യം എനിക്ക് തരുന്നതാ പരിശുദ്ധാത്മാവിൻ്റെ ശുശ്രൂഷ. ഈ ദിവസങ്ങളിൽ ദൈവസന്നിധിയിൽ നാം നമ്മെ തന്നെ സമർപ്പിക്കുമ്പം നമുക്ക് ദൈവത്തോട് പറയാം, കർത്താവേ, ഈ ദിവസങ്ങളിൽ എന്നെ തന്നെ സമർപ്പിക്കുന്നു. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ വർക്ക്സ് ഓഫ് ദ ഹോളി സ്പിരിറ്റ് നമുക്ക് പിന്നീട് പഠിക്കാം.
എന്നാൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ ഓർപ്പിക്കുന്നു, കാണുന്നതെല്ലാം വിശ്വസിക്കുവാനുള്ളവരല്ല നാം. കാണുന്നതിനെല്ലാം യേശു പറയുവാനുള്ളവരല്ല നാം. ഇന്ന് പകൽക്കാലം നമ്മുടെ നടുവിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വ്യാപരിക്കുമ്പം, ഇന്ന് പകൽക്കാലവും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ നടുവിൽ വ്യാപരിക്കുമ്പം രോഗികൾ സൗഖ്യമാകും. ഒരു സംശയവുമില്ല, രോഗികൾ സൗഖ്യമാകും. എനിക്കത് അനുഭവപ്പെട്ടിട്ടുണ്ട്. എൻ്റെ കണ്ണിന് മുൻപിൽ ഞാൻ കണ്ടിട്ടുണ്ട്, രോഗികൾ സൗഖ്യമാകുന്നത് കണ്ടിട്ടുണ്ട്. പാപബോധത്താൽ നിവർന്നു നിൽക്കുവാൻ സാധിക്കാതെ ജനം വീഴുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. എന്നാൽ പരിശുദ്ധാത്മാവ് നമ്മുടെ മേൽ വരുമ്പം സംഭവിക്കേണ്ട ഏറ്റവും വലിയ കാര്യം എൻ്റെ രോഗശാന്തി അല്ല, എൻ്റെ പാപശാന്തിയാണെന്ന് ഇന്ന് പകൽക്കാലം ദൈവസഭയെ ഓർപ്പിക്കട്ടെ. എൻ്റെ ജീവിതത്തിനൊരു മാറ്റം സംഭവിക്കണം. ഏത് ആത്മാവിൻ്റെ പ്രവൃത്തി വെളിപ്പെട്ടാലും ആത്മാവിൻ്റെ പ്രവൃത്തി വെളിപ്പെട്ടിട്ട് ഇറങ്ങി പോകുമ്പം എനിക്കൊരു രൂപാന്തരം സംഭവിച്ചില്ലെന്ന് വരികിൽ അവിടെ ദൈവത്തിൻ്റെ ആത്മാവ് പ്രവർത്തിച്ചിട്ടില്ല. ഒരു നിമിഷം നമുക്ക് ആ പാട്ടൊന്ന് പാടാമോ? പരിശുദ്ധാത്മാവേ ശക്തി പകർന്നിടണമേ.